ഇപ്പോഴും പ്രണയിച്ചു നടക്കുകയാണ് ആര്യയും സിബിനുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അവരുടെ വാർത്തകളിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണെന്ന് പറയാം. ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുകയാണ് എന്ന് പറയാം. ഇപ്പോഴിതാ ആര്യയ്ക്ക് ചെറിയ പിണക്കമുണ്ടെങ്കിൽ എങ്ങനെയാണ് സിബിൻ അതിനെ കോംപ്രമൈസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ആര്യ. സിബിന് നന്നായി കോംപ്രമൈസ് ചെയ്യാൻ അറിയാമെന്നാണ് പറയുന്നത്. സിബിനെ കൊണ്ടത് പറ്റുമെന്ന് ആര്യ തന്നെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പ്രേക്ഷകർ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ടെന്ന് പറയണം. ആരാധകരോടൊപ്പമുള്ള സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴതാ ആര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം വാങ്ങി നൽകിയിരിക്കുകയാണ് സിബിൻ. സോപ്പിടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് മിസ്റ്റർ സിബിന് നന്നായിട്ട് അറിയാമെന്നും കൃത്യമായി തന്നെ അറിയാമെന്നും ആര്യ കൂട്ടിച്ചേർക്കുകയാണ്. അതുപോലെ തന്നെ ആര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണ് എത്തിച്ചിരിക്കുന്നത്. അതും സ്നേഹം തന്നെയാണ് എന്ന് പറയുന്നു. ഖുഷി ബേബി സ്നേഹമൊക്കെ കാണുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതും വളരെയധികം നല്ല കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഖുഷി ബേബിക്ക് അതൊക്കെ പഠിക്കാൻ പറ്റുന്നതും നല്ല കാര്യം തന്നെയാണല്ലോ എന്ന് പറയുന്നത്. മോളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത്. ഖുഷി ബേബി സിബിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നു. ഞാനല്ല ഈ കാര്യം ഇത് അവളോട് പറഞ്ഞത്, സിബിൻ തന്നെയാണ് ഇത് റോയിയോട് സംസാരിച്ചതെന്നാണ് ആര്യ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എനിക്കിത് പറയാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു, പക്ഷേ സിബിൻ അത് സംസാരിക്കണമെന്ന് വലിയ അധികം തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപ് അവളോട് ഈ പെർമിഷൻ ചോദിക്കണമെന്ന് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സിബിൻ അത് ഏറ്റെടുത്തു. സിബിൻ ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതിലും എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു, പക്ഷെ സിബിൻ റോയിയോട് ചോദിക്കണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ ചോദിച്ചു. അതുകൊണ്ട് അവർ സംസാരിക്കുന്ന സമയം ഞാൻ അവിടെ എവിടെയും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനുവാദമില്ലായിരുന്നു അവിടെ വരാൻ. അവിടെ എവിടെയും നിൽക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവർ യഥാർത്ഥത്തിൽ സംസാരിച്ചത് എന്നറിയില്ല. അതുകൊണ്ട് അതിനെ ലിറ്റിൽ സീക്രട്ട് എന്നാണ് അവർ വിളിക്കുന്നത്. അതിനുശേഷം ഖുഷി ഹാപ്പിയസ്റ്റ് ആയിരുന്നു. ഈ ഡിസിഷനിൽ അവൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു. അത് മാത്രമേ എനിക്കറിയൂ. സംസാരിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ ഖുഷിയുടെ മുഖത്തൊരു സന്തോഷമുണ്ടായിരുന്നു. അവൾ അമ്മയെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു. ആ സന്തോഷത്തിലും സ്നേഹത്തിലും ആ കെട്ടിപ്പിടുത്തത്തിലും എനിക്ക് മനസ്സിലായി അവൾക്ക് എന്തുമാത്രം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇഷ്ടമാണ് എന്നത്. അതോടെ തന്നെ മകളുമായിട്ടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സിബിനും മകളുമായി അത്രമാത്രം അടുപ്പത്തിലാണെന്നും പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ആര്യയുടെ വാർത്തകൾ അതിവേഗമാണ് ഏറ്റെടുക്കുന്നത്. ആരാധകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്ന വാർത്തയായി അത് മാറുകയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് തന്നെയാണ്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. പ്രേക്ഷകർക്ക് ഇത് കേൾക്കുമ്പോൾ ഇരട്ടി സന്തോഷമാണ്. ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം പ്രേക്ഷകർ അടിവരയിട്ട് പറയുന്നുണ്ട് ആര്യയ്ക്ക് പറ്റിയ വ്യക്തി തന്നെയാണ് സിബിനെന്ന്. ആര്യയ്ക്കും സിബിനും ചേരാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊരു വിധിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആര്യയ്ക്കും സിബിനും ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇവർ പ്രണയിച്ചു നടക്കുന്ന സമയമാണിപ്പോൾ. ഇതെല്ലാം ഖുഷി കണ്ടു തന്നെയാണ് വളരേണ്ടതെന്ന് എല്ലാവരും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.